മഹാലക്ഷ്മി സീരിയലിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു തന്ത്രപൂർവ്വം മേഘന്റെ തലയിൽ നിന്നും ഒരു മുടിനാരിഴ കൈക്കലാക്കുന്നുണ്ട്. തുടർന്ന് നീ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തല മസാജ് ചെയ്തു തരണം, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുമെന്നെല്ലാം മേഘം പറയുമ്പോ നിന്റെയൊക്കെ തലയ്ക്കകത്ത് രക്തയോട്ടം ഉണ്ടായിട്ട് എന്തിനാ? സാഗർ പറഞ്ഞതെല്ലാം സത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നാളെ ഞാൻ നിന്റെ തല തന്നെ പിഴുതെടുക്കുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ മഞ്ജു. ശേഷം ഇവിടുത്തെ ടെൻഷൻസ് ഒക്കെ ഒന്ന് കഴിയട്ടെ, കണ്ണനെയും മഹാലക്ഷ്മിയെയും ഒന്ന് ഒതുക്കട്ടെ, എന്നിട്ട് നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോണം. അന്ന് പോയെങ്കിലും മഹാലക്ഷ്മി തിരികെ വന്നു എന്നറിഞ്ഞപ്പോൾ ആ യാത്രയുടെ സുഖം പോയി, ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് ഒന്ന് പോകണം എന്നെല്ലാം മേഘം പറയുമ്പോൾ എല്ലാം മേഘേട്ടന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് സാഗരാണെങ്കിലും മാർക്കോയോടും ലോപ്പസിനോടുമായിട്ട് പറയുന്നുണ്ട്, മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും ഈ മേഘനാഥൻ തല്ലു വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാം കണ്ണൻ സാറും മഹാലക്ഷ്മിയും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അതാണ് തുടക്കം മുതൽ അയാൾക്ക് മഹാലക്ഷ്മിയോട് ദേഷ്യമെന്നും സാഗർ പറയുന്നുണ്ട്. ഈ പറയുന്ന ഇവനും മഹാലക്ഷ്മിയോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ലോപ്പസ് പറയുമ്പോൾ അത് പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണ്, അതോടുകൂടി എന്റെ പഴയ സ്വഭാവമൊക്കെ നിർത്തി ഇനി സ്വസ്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കണമെന്നെല്ലാം സാഗർ പറയുമ്പോൾ അതിന് പറ്റിയ നല്ലൊരു ചാൻസ് ആണ് നിനക്ക് വന്നിരിക്കുന്നത് എന്ന് മാർക്കോ പറയുന്നതും മഞ്ജു സാഗറിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് മഞ്ജു പറയുന്നുണ്ട്, സാഗർ പറഞ്ഞതൊന്നും ഞാൻ തള്ളി കളഞ്ഞിട്ടില്ല, പക്ഷെ വ്യക്തമായിട്ടുള്ള തെളിവ് സഹിതം മാനസയും അയാളും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയണം, അതിനുള്ള വഴി നീ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നത് തന്നെ അയാളുടെ കാമുകിമാരെ കാണാനാണ്. മഹാലക്ഷ്മിയും മഞ്ജുവിനോട് മേഘൻ സാറിന്റെ കരണത്ത് തല്ലിയ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടന്ന സംഭവമാണ്. അതുകൊണ്ടാണ് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്നെ അവർക്കിടയിലേക്ക് കടത്തി വിട്ടത് എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം ശരിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് അയാളും മാനസയും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും സാഗർ പറയുന്നുണ്ട്. അവര് തമ്മിൽ കാണുന്ന സമയത്ത് സാഗർ എന്നെ വിളിക്കണം, ആ നിമിഷം ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകും എന്ന് മഞ്ജു പറയുമ്പോൾ അതിന് ഓക്കെ പറയുന്നുണ്ട് കേട്ടോ സാഗർ. തുടർന്ന് മഞ്ജു വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാഗർ മാർക്കോയോടും ലോപ്പസിനോടായിട്ട് പറയുന്നുണ്ട്. സ്വന്തം ഭർത്താവ് പെണ്ണ് കേസിൽ കുഴപ്പക്കാരനാണെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് വിശ്വാസം വന്നിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാം നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്ന് മാർക്കോയും പറയുന്നുണ്ട്. മാനസയുടെ വീട്ടിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ മാനസയുടെ വീട്ടിൽ മാത്രമല്ല മറ്റു പല പെൺകുട്ടികളുടെ വീട്ടിലും അയാൾ പോകാറുണ്ട്, മാത്രമല്ല കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ വീട്ടിലും അവരുടെ ഭർത്താക്കന്മാരില്ലാത്ത നേരത്തെ മേഘനാഥൻ പോകാറുണ്ടെന്ന് പറയുമ്പോൾ അവന്റെ നെഞ്ചിടിച്ച് കലക്കേണ്ട സമയം കഴിഞ്ഞു, പക്ഷെ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് കൊണ്ടാണ് അതിന് ഞാൻ മുതിരാത്തത് എന്ന് മാർക്കോ പറയുമ്പോൾ രണ്ടെണ്ണം അവനിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവനെ ഇങ്ങനെ അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചത് പോകുന്നത് എന്ന് ലോപ്പസും പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, നീ അവളെ വിട്ട് കളയരുത്, അവൾ അവന് കൊടുക്കാൻ പോകുന്നത് നല്ല ഇരുട്ടടി തന്നെയാണ്, സ്വന്തം ഭാര്യ അന്യപുരുഷനോടൊപ്പം ജീവിക്കുന്നത് ഒരാണിനും സഹിക്കാൻ പറ്റില്ല എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. ഇനി തെളിവ് ശേഖരിക്കണം, അതിനു വേണ്ടിയിട്ട് മാനസയുടെ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിൽക്കണം, അങ്ങനെ മേഘൻ വന്നു കഴിഞ്ഞാൽ ചൂടോടെ അവന്റെ പെണ്ണിനെ വിളിച്ച് കാര്യം പറയണമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാനസയെ കാണാനെത്തുന്ന മേഘനെയാണ്. അപ്പൊ മേഘനെ കാണുന്നതും വന്നോ എന്ന് മാനസ ചോദിക്കുമ്പോൾ വന്നതല്ലോ വരുത്തിയതല്ലേ എന്ന് മേഘൻ തിരിച്ചു ചോദിക്കുന്നതും വരുത്തിയോ ആര് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മാനസ. ഇതേ സമയം അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അപ്പു വരുന്നുണ്ട്. തുടർന്ന് അപ്പുവിന് വാങ്ങിക്കൊണ്ടുവന്ന ടോയ്സ് ഒക്കെ മേഘൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം അപ്പുവിനെ കളിക്കാനായിട്ട് പറഞ്ഞയച്ചതിന് ശേഷം മാനസയെ മാറ്റി നിർത്തിയിട്ട് അവരൊരുമിച്ചുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ മേഘൻ. എന്നിട്ട് നീ ഇത് എന്തിനാ അയച്ചു കൊടുത്തെന്ന് ചോദിക്കുമ്പോൾ മേഘേട്ടൻ എന്തൊക്കെയാ പറയുന്നത്, ഞാനൊന്നും അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ. എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ദഹനത്തികേട് തുടങ്ങിയെന്ന് മേഘൻ പറയുന്നതും എങ്കിൽ പിന്നെ ആ കല്യാണം അതിനു മുൻപ് തന്നെ ഞാൻ മുടക്കിയേനെ എന്ന് മാനസയും പറയുന്നുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞത് നിന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലേ എന്ന് മേഘൻ ചോദിക്കുമ്പോൾ എനിക്കും എന്റെ കുഞ്ഞിനും ചെലവിന് തരാതിരുന്നപ്പോൾ പോലും ഞാൻ നിങ്ങളെ ശല്യം ചെയ്തിട്ടില്ല, കാരണം എനിക്കറിയാം നിങ്ങൾക്ക് ഇതുപോലെ പല ചിന്ന വീടുകളും ഉണ്ടെന്ന്, നിങ്ങളുമായി ബന്ധമുള്ള ഒന്ന് രണ്ട് പെൺകുട്ടികളുമായിട്ടും എനിക്ക് കോണ്ടാക്ട്സ് ഉണ്ട് എന്ന് മാനസ പറയുന്നത് കേട്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ മേഘന്. തുടർന്ന് ഇനി വിളമാരെ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ പണി കഴിഞ്ഞത് തന്നെ എന്ന് ആലോചിച്ച് മേഘൻ ഭയപ്പെടുന്നുണ്ട്. തുടർന്ന് നിയമപരമായിട്ട് ഞാൻ ഒരു കല്യാണം കഴിച്ചു എന്ന് കരുതി എനിക്ക് അതിനു മുൻപ് സ്നേഹം തന്നവരെ ഒന്നും ഞാൻ വിട്ടുകളയില്ല എന്ന് മേഘൻ പറയുമ്പോൾ എന്നെ വിട്ടുകളയാൻ ശ്രമിച്ചതാണല്ലോ, പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടുകളഞ്ഞു, ആ കുഞ്ഞിനെ കളയാനായിട്ട് ഞാൻ നോക്കിയതാണ്, പക്ഷെ എന്റെ ഹെൽത്തിനെ ബാധിക്കും എന്ന് കരുതിയത് കൊണ്ട് എനിക്ക് ദൂരേക്ക് പോയി പ്രസവിക്കേണ്ടി വന്നത് എന്നെല്ലാം മാനസ പറയുന്നുണ്ട് കേട്ടോ മേഘനോടായിട്ട്. തുടർന്ന് മേഘൻ പറയുന്നുണ്ട്, നീ എന്നെ ചതിക്കരുത്, എന്റെ മുറപ്പെണ്ണുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ ബന്ധം കുഞ്ഞുനാള് മുതൽ പറഞ്ഞു വെച്ചതാണ്, പിന്നെ അവൾക്കാണെങ്കിലും മുടിഞ്ഞ സ്വത്ത്
സ്വത്തുണ്ട് എന്ന് പറയുമ്പോ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് കൂടി വേണമെന്ന് മാനസ പറയുമ്പോ അതിന് കിട്ടണ്ടേ? ആ കണ്ണൻ കയറി ഇടഞ്ഞു നിൽക്കുന്ന കാര്യമൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മേഘൻ. ഞാൻ ആഗ്രഹിച്ച സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിനക്കും നിന്റെ കുഞ്ഞിനും പ്രയോജനമുള്ളൂ എന്ന് മേഘനും പറയുന്നുണ്ട്. തുടർന്ന് കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കണം, നിങ്ങളൊന്ന് കൂടെ വരണമെന്ന് മാനസ ആവശ്യപ്പെടുമ്പോ നീ നിന്റെ പേര് തന്നെ ചേർത്താൽ മതി, രക്ഷിതാവിന്റെ കോളത്തിൽ ഡിവോഴ്സി ആണെന്ന് പറഞ്ഞാൽ മതി എന്നെല്ലാം മേഘൻ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മാനസയ്ക്ക്. തുടർന്ന് കള്ളങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു അബദ്ധം വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസിയെ കൺവിൻസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. ഇതേസമയം സാഗർ ആണെങ്കിൽ മാനസയുടെ വീടിന്റെ പരിസരത്ത് എത്തുന്നുണ്ട്. അവിടെ മാനസയുടെ വീടിന്റെ പോർച്ചില് മേഘന്റെ കാറ് കിടക്കുന്നത് കാണുന്ന സാഗർ ആണെങ്കിൽ ഇത് അവന്റെ വണ്ടി തന്നെയാണെന്ന് തിരിച്ചറിയുകയും ഉടനെ തന്നെ മഞ്ജുവിനെ വിളിച്ചിട്ട് ഒരു വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കുകയും ഇത് മേഘൻ സാറിന്റെ കാറിന്റെ നമ്പർ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. എങ്കിൽ മഞ്ജു ഉടനെ തന്നെ പുതിയ റോഡിൽ എത്തണം, ആ കാർ ഇപ്പൊ മാനസയുടെ വീടിന്റെ മുന്നിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലൊക്കേഷൻ മാപ്പ് ഫോണിലേക്ക് അയച്ചു തരാമെന്നും സാഗർ പറയുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് എല്ലാം വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്ത് സാഗറിന് കൈ കൊടുക്കുകയാണ് കേട്ടോ മാർക്കോ. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഫോട്ടോസും വീഡിയോസും ഒന്നും കാണിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, എല്ലാം അവൾ ഇനി നേരിൽ കാണാൻ പോവുകയാണെന്നും മാർക്കോ പറയുന്നുണ്ട്. ശേഷം മാർക്കോ പറയുന്നുണ്ട് അവന്റെ അച്ഛനെയും ആ പ്രതാപനെയും തല്ലിച്ചതച്ചതുപോലെ അവനെയും വീട്ടിൽ കയറി തല്ലിച്ചതയ്ക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അതിലും നല്ലത് ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാർഗം തെരഞ്ഞെടുത്തത്. മഹാലക്ഷ്മിയെയും കണ്ണൻ സാറിന്റെയും കുടുംബജീവിതം തകർക്കാനായിട്ട് ഇതേ മാർഗം തന്നെയാണല്ലോ അവൻ തിരഞ്ഞെടുത്തത്. നിന്നെ അതിനു വേണ്ടി നിയോഗിച്ചു, ആ നിന്നെ കൊണ്ട് തന്നെ അവനും തകരണം, നീ ആ മഞ്ജുവിനെ പ്രണയിക്കണമെന്നെല്ലാം മാർക്കോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ സാഗറിനോട്. തുടർന്ന് മാനസയും മേഘനും തമ്മിൽ വെറും ഒരു അടുപ്പമൊന്നും അല്ലല്ലോ ഉള്ളത്, അവനിൽ അവൾക്കൊരു കുഞ്ഞുണ്ടല്ലോ, അതൊന്നും മഞ്ജുവിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇനി അവനത് നിഷേധിച്ചാൽ കൂടി ആ മുടിനാരിഴ അതെന്തായാലും സത്യം പറയുമെന്ന് മാർക്കോ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർന്ന് ഇനി നീ സ്ട്രേറ്റ് ഫോർവേഡ് ആയി കഴിഞ്ഞാൽ നിനക്കൊരു കുടുംബജീവിതം കിട്ടും, നീ മഞ്ജുവിനോടൊപ്പം ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പൊതിരെ തല്ലിച്ചൊഴിച്ച് അവനെ അകറ്റിയിട്ട് നിനക്ക് അവളെ സ്വന്തമാക്കാൻ കഴിയും. ഇന്നത്തോടെ അവൾ നിന്നെ വിശ്വസിക്കാൻ തുടങ്ങും, ആ വിശ്വാസം നീ കണക്കിലെടുക്കണമെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. എന്നെ പെണ്ണ് കേസിൽ കുടിക്കാനായിട്ടാണ് അവൻ നോക്കിയത്, അതിൽ നിന്ന് പക്ഷെ ഞാൻ രക്ഷപ്പെട്ടെങ്കിലും അവൻ ചെയ്ത ചതി എന്റെ മനസ്സിൽ അതേപടി തന്നെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ 2 തവണ അവൻ എന്നെ ലോക്കപ്പിൽ കാണാൻ വന്നു, എന്നിട്ട് പറഞ്ഞ കാര്യങ്ങളും എന്റെ മനസ്സിലുണ്ട്. അവന്റെ മനസ്സ് തകർക്കണം, അതാണ് ഏറ്റവും നല്ല മാർഗം എന്ന് മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് സാഗർ പറയുന്നുണ്ട് ഞാൻ ഇനി എന്തായാലും എന്റെ ആ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരികെ പോകില്ല, മഹാലക്ഷ്മിയുമായിട്ടുള്ള ആ സംഭവത്തിന് ശേഷം ഞാൻ എല്ലാം ഉപേക്ഷിച്ചു എന്നും സാഗർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മഞ്ജുവുമൊത്തുള്ള നിന്റെ വിവാഹത്തിന് ഞങ്ങൾ വേണ്ട സപ്പോർട്ട് എല്ലാം ചെയ്തു തരാമെന്ന് മാർക്കോ വാക്കു കൊടുക്കുന്നുണ്ട് കേട്ടോ സാഗറിന്. കണ്ണൻ സാറിനെ കരയിച്ചിട്ടാണ് അവള് മുറച്ചെറുക്കടോടൊപ്പം പറയിറങ്ങി പോയത്, അതിനുള്ള തിരിച്ചടി അവൾക്ക് കിട്ടണം, അങ്ങനെ കണ്ണൻ സാറാണ് ശരിയെന്ന് അവൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കമലേശ്വരത്ത് ഒരാളെങ്കിലും കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ നിൽക്കണമെന്നും മാർക്കോ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മേഘൻ പോകുന്നതിന് മുൻപായിട്ട് ഇനി ഞാൻ പുതിയ മേഘനായിരിക്കുമെന്നും ഒരു നിശ്ചിത തുക നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുമെന്നും മാനസയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. ശേഷം ചോക്ലേറ്റ് വാങ്ങിക്കാനുള്ള പൈസയും അപ്പുവിനെ വാരിയെടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ മഞ്ജു കാറിലിരുന്നു കൊണ്ട് കാണുന്നുണ്ട്. അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന മഞ്ജുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്